നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ്രവ്യ സംഗ്രഹമാണ്. ദാറ്റ് മീൻസ് ദ കളക്ഷൻ ഓഫ് ദ ദ്രവ്യം. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാന്റ് പാർട്സ് കളക്ട് ചെയ്യണത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കളക്ട് ചെയ്യണത് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് ദ്രവ്യ സംഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് 10 മാർക്ക് 5 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റൻസിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനും അതേപോലെ തന്നെ എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ് കവർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറയും. അതിനുശേഷം നമ്മുടെ സിലബസിന്റെ തന്നെ സബ് ടോപ്പിക്സ് നമ്മൾ അടുത്തടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 10 മാർക്കിനെ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. അതല്ല ഇൻഡിവിജ്വലി ആണ് ചോദിക്കണമെങ്കിൽ അത് ഏതാണെന്ന് വെച്ചാൽ അത് കറസ്പോണ്ടിങ് ഒരു 5 മാർക്കിനൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് പറയുന്നത് ദ്രവ്യസംഗ്രഹം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ദ ദ്രവ്യം അല്ലേ. പിന്നെ പറയുന്നത് എന്താ, ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഫോർ ഫെർദർ പ്രോസസിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് മെഡിസിൻസ്. കാരണം എന്താ, നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് പാർട്ട് കളക്ട് ചെയ്താൽ മാത്രമേ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോസസിങ് മെത്തേഡ്സും ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻ ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ശരിയല്ലേ, അതുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം. ദ ഡ്രഗ്സ് ആർ കളക്റ്റഡ് സ്യൂട്ടബിളി വെൻ ദേ കണ്ടെയ്ൻ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് ആക്റ്റീവ് കോൺസ്റ്റുവൻസ്. കാരണം എന്താ, ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റിയിലും അതേപോലെ തന്നെ അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്നതും ഹൈ കോൺസെൻട്രേഷനിൽ ഇരിക്കുന്ന പ്ലാന്റ് പാർട്ട് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ബെസ്റ്റ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ പറയണത് എന്താ, ദ ക്രൈറ്റീരിയാസ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ഡ്രഗ്സ് ആർ കളക്റ്റഡ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് കൺസിഡർ ചെയ്യണം ഒരു പ്ലാന്റ് പാർട്ട് കളക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അതിൽ ഫസ്റ്റ് തന്നെ പറയണത് എന്താ, പാർട്ട് ഓഫ് ദ പ്ലാന്റ്. നമ്മൾ ഏത് പ്ലാന്റ് പാർട്ടാണോ എടുക്കുന്നത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ചിലതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ട് ആയിരിക്കും. ഇപ്പോൾ ദശമൂലൊക്കെ എടുക്കുമ്പോൾ എങ്ങനെ നമ്മൾ റൂട്ട്സ് എടുക്കുന്നത്, ശരിയല്ലേ. അതേപോലെ തന്നെ ത്രിഫല എടുക്കുമ്പോഴെന്താ ഫ്രൂട്ട് എടുക്കുന്നത്, ശരിയല്ലേ. അപ്പം അങ്ങനെ ഓരോന്നിനും നമ്മൾ എന്താ ഓരോ ഇതുണ്ട്. ഇപ്പം മദനഫലം എടുക്കുമ്പോൾ മദനഫലം എന്ന് പറയുന്നത് ഫ്രൂട്ട് ആണെങ്കിലും അതിൻ്റെ മദനഫല പിപ്പലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീഡാണ്. അപ്പം അത് അവിടെ പറയുന്നത് എന്താ, അതിൻ്റെതായ എഫക്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടാമത് പറയുന്നത് സീസൺ. നമ്മൾ ഏത് ഋതുവിലാണ് കളക്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് സീസൺ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിലത് ശരത് ഋതുവിൽ എന്താ കളക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്, അതേപോലെ ശിശിര ഋതുവിൽ എന്താ കളക്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ പറയുന്ന ടൈം, നമ്മൾ എപ്പോഴാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മെച്ചുവർ ആയിട്ട് വേണം കളക്ട് ചെയ്യാൻ. പിന്നെ റൈസോം, ഇപ്പോൾ വത്സനാബി ഒക്കെ റൈസോമായിട്ട് വരികയല്ല, അപ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ മെച്ചുവർ ആയിട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഡ്രൈഡ് ആവാണ്ട് കംപ്ലീറ്റ് മെച്ചുവർ ആയിട്ടുള്ള സ്റ്റേജിലാണ് അത് കളക്ട് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ പറയുന്ന മെത്തേഡ്, നമ്മൾ എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യണത്, പ്രോസസ്സ് ചെയ്യണത്, പ്രിസർവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യും. ദെൻ പേർപ്പസ്, ഇത് എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കണു എന്നുള്ളത്, ശരിയല്ലേ. നമ്മൾ പ്ലാന്റ് പാർട്ട് കളക്ട് ചെയ്തതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്നത് ഡ്രഗ് പൊട്ടൻസി, നമ്മളിപ്പോൾ ഓരോന്നിനും വേണ്ടി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഡ്രഗ് പൊട്ടൻസി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് വീര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു യോഗമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ ഡ്രഗിൻ്റെയും നമ്മൾ ക്വാളിറ്റി ഒക്കെ അനലൈസ് ചെയ്ത് അതിൻ്റെ വീര്യം കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്നത്, ഡിഫറെൻറ്റ് ഡ്രഗ്സ്, എന്നിട്ടാണല്ലോ നമ്മളൊരു ഫോർമുലേഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രഗ് പൊട്ടൻസിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് എന്താ, സംഗ്രഹീത ദ്രവ്യ സ്വരൂപം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നേച്ചർ ആൻഡ് ക്വാളിറ്റി ഓഫ് ദി ഡ്രഗ് ടു ബി കളക്റ്റഡ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡ്രഗിൻ്റെ നേച്ചർ ആൻഡ് ക്വാളിറ്റി, ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ എന്നുള്ള കാര്യങ്ങൾ ജനറലി പറഞ്ഞു പോകുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അടുത്തൊരു സബ് പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകും. എന്താണെന്ന് നമുക്ക് നോക്കാം. യുക്തം വർണ്ണരസാദിപിക. അപ്പം നമ്മൾ എടുക്കുന്ന സാധനം യുക്തമായിരിക്കണം. എന്തൊക്കെ യുക്തമായിരിക്കണം എന്ന് പറയുന്നത്, വർണ്ണരസാദിപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹാവിങ് ഗുഡ് കളർ ടേസ്റ്റ് എക്സെട്ര. നമ്മൾ എടുക്കുന്നതിന് നല്ല വർണ്ണം വേണം. വെച്ചാൽ എന്താ, ഇപ്പം കുടജം എടുക്കുന്നതിന് എന്താ ശ്വേതകുടജം പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നിനും ഇപ്പം ചന്ദനം എടുക്കുമ്പോൾ എന്തുണ്ട്, സാധാ ചന്ദനമുണ്ട്, രക്തചന്ദനമുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കളറാണ് അതിനെ എംഫസൈസ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ രസാദിപിഹി, ഓരോ ടേസ്റ്റുകൾ. അപ്പോൾ രസം എടുക്കുമ്പോൾ എന്താ, നമ്മുടെ ഷഡ്രസത്തിന് അവിടെ പ്രാധാന്യമുണ്ട്. പിന്നെ പറയുന്നത് എന്താ, ജന്ത്വജഗ്ദഗ്ധം, അതേപോലെ ദവാദഗ്ധം, ജന്ത്വജഗ്ധം, ദവാദഗ്ധം, അവിദഗ്ധം ച വൈകൃതി എന്ന് പറഞ്ഞാൽ എന്താ, ജന്ത്വജഗ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഈറ്റൺ ബൈ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻഫെസ്റ്റേഷൻസ് ഒന്നും പാടില്ല. ഇപ്പം എന്താ പറയുക, ഫ്രൂട്ട്സ്, മദനഫലം അങ്ങനെയുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും വേംസോ അങ്ങനെ ഒന്നും പാടില്ല, ഇൻസെക്ട്സ് ബൈറ്റ് ഒന്നും പാടില്ല. അങ്ങനെ ദവാദഗ്ധം, അതേപോലെ അവിദഗ്ധം, ചൂട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പൊള്ളി പോവുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവരുത്. അതേപോലെ തന്നെ വേറെ അബ്നോർമാലിറ്റീസ് ഒന്നും പാടില്ല, അത് ഒരു രീതിയിലും കേടായിട്ടുണ്ടാവാൻ പാടില്ല. അതാണ് നോട്ട് സ്പോയിൽഡ് ഇൻ എനി മാനർ ഓർ നോട്ട് അബ്നോർമൽ. അങ്ങനത്തെ അബ്നോർമാലിറ്റീസ് ഒന്നും അതിനകത്ത് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഭൂദേഹി, അടുത്ത പറയുന്നത് എന്താ, നറിഷ്ഡ് വെൽ ബൈ പഞ്ചഭൂതം എന്ന് വെച്ചാൽ പഞ്ചഭൂതാത്മകമായിരിക്കണം ആ ഡ്രഗ് എന്ന് പറയുന്നത്. ഛായ, ഛായ എന്ന് പറഞ്ഞാൽ എന്താ, ഷെയ്ഡ്. ആതപ, സൺലൈറ്റ്. അമ്പുവാദേഹി, വാട്ടർ എക്സെട്ര അറ്റ് അപ്രോപ്രിയേറ്റ് സീസൺ. ശരിയല്ലേ, യഥാകാലം സേവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്കതിന് പ്രോപ്പർ ഷെയ്ഡ്, അതേപോലെ തന്നെ വെട്ടവും വെളിച്ചവും വായു വെള്ളവും ഒക്കെ പ്രോപ്പറായിട്ട് കിട്ടി നല്ല രീതിയിൽ വളർന്ന ഒരു ചെടി തന്നെ ആയിരിക്കണം അത്. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, അവഗാഢം, മഹാമൂലം, ഉദീചി, ദിശമാശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
വൈഡ് ആയിരിക്കണം. വൈഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഡീപ്പ് ആയിരിക്കണം, പെനട്രേറ്റഡ് ആയിരിക്കണം. ഇങ്ങനെ കാറ്റൊക്കെ വന്ന് ഒടിഞ്ഞു പോകുന്നൊരു ചെടിയൊന്നും ആവരുത്. ഓക്കെ, അതാണ് ബിഗ് റൂട്ട്സ്. മഹാമൂലം നല്ല ബിഗ് ആയിട്ടുള്ള റൂട്ട്സ് ഒക്കെ ആണ്. ഇപ്പം നമ്മൾ ദശമൂലമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല ഡീപ്പ് ആയിട്ടുള്ള പെനട്രേറ്റിംഗ് റൂട്ട്സ് ഒക്കെ വന്നാൽ മാത്രമേ അതിന്റെ നല്ല എഫിക്കസി ഉള്ളത് നമുക്ക് കിട്ടത്തുള്ളൂ. ദിശമാശ്രിതം, സ്പ്രെഡ് ഇൻ നോർത്തേൺ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഉദീച്ച് ദിശമാശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നോർത്തേൺ ഡയറക്ഷനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് അവിടെ ആചാര്യം പറയുന്നത്. അപ്പൊ ഈ ഒരു റെഫറൻസ് അഷ്ടാംഗ ഹൃദയം കൽപ്പസ്ഥാനത്തിൽ 6ാമത്തെ ചാപ്റ്ററിലാണ് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ റെഫറൻസും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ എന്തൊക്കെയാണ്, കളറ് ടേസ്റ്റ് ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ഇൻഫെസ്റ്റേഷൻസ് ഒന്നും പാടില്ല, പൊള്ളിയിട്ടൊന്നും വെച്ചാൽ ഇങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നും ആയിരിക്കരുത്, അതേപോലെ തന്നെ വേറെ അബ്നോർമാലിറ്റീസ് ഒന്നും പാടില്ല, പഞ്ചാത്ഭൂതാത്മകത്വം ആയിരിക്കണം, അതേപോലെ തന്നെ വെളിച്ചവും വെയിലും അതേപോലെ തന്നെ ചായ ഷെയ്ഡിലും അതേപോലെ തന്നെ വെള്ളമൊക്കെ ആവശ്യത്തിന് കിട്ടി വളർന്ന ഒരു ചെടി തന്നെ ആയിരിക്കണം അത്. അതേപോലെ എന്താ പറയുക, നല്ല രീതിയിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് പെനട്രേറ്റ് ചെയ്തും സ്പ്രെഡ് ചെയ്തും വളർന്നതായിരിക്കണം. നോർത്തേൺ ഡയറക്ഷനിലേക്ക് വളർന്നത് വേണം നമ്മൾ കളക്ട് ചെയ്യാൻ എന്നുള്ളതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ജനറലി ആ പറയുന്ന ഒരു കാര്യം കഴിഞ്ഞു. എന്ത്, സംഗ്രഹീത ദ്രവ്യ സ്വരൂപം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പോകാൻ പോണത് സംഗ്രഹണ വിധിയിലേക്കാണ്. സംഗ്രഹണ വിധി എന്ന് പറഞ്ഞാൽ എന്താ, ദ മെത്തേഡ് ഓഫ് കളക്ഷൻ. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഞാൻ 3 പോയിന്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 1, 2 and 3. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് എന്താ, പ്രശസ്ത ഭൂമി. ഓക്കെ, പ്രശസ്ത ഭൂമി എന്ന് പറയുന്നത് ധൻവേ സാധാരണേ ദേശേ സമയ സന്മൃത്യുകെ ശുഭം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനി ഭൂമി ദേശം ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ പഠിച്ചോളും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ശ്ലോകം ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കണം. ഓക്കെ, പ്രശസ്ത ഭൂമി എന്നുള്ള ആ ഒരു പോയിന്റ് വേണം ഫസ്റ്റ് എഴുതാൻ വേണ്ടി ഏതിലെ സംഗ്രഹ വിധിയിൽ. രണ്ടാമത്തെ പോയിന്റ് എന്താ ഡിസ്കസ് ചെയ്യുന്നത്, സംഗ്രഹീത ദ്രവ്യ സ്വരൂപം. അതിപ്പോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് വേണം രണ്ടാമത്, അതാണ് യുക്തം വർണ്ണ രസാദി. ഓക്കെ, അത് വേണം നമ്മൾ രണ്ടാമതായിട്ടുള്ള പോയിന്റ് എഴുതാൻ. ഇനി മൂന്നാമത് ഉള്ള ശ്ലോകമാണ് ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത്. എന്താ, ഗൃഹിണീയാത് താനി സുമന ശുചി പ്രാത സുവാസരെ ആദിത്യ സമ്മുഖോ മൗനോ നമസ്കൃത്യ ശിവം ഹൃദി സാധാരണ ദ്രവ്യ ഗൃഹിണീയാത് ഉത്തരമാശ്രിതം. ഇപ്പൊ ഇത് ശാരംഗധര സംഹിത റെഫറൻസ് ആണ്, ഞാൻ ഒന്നുകൂടെ പറയാം. ഗൃഹിണീയാത് താനി സുമനാഹ. എന്താ പറയണത്, ഇവിടുത്തെ കേസിൽ പറയണമെന്ന് വെച്ചാൽ ദ പേഴ്സൺ ഷുഡ് കളക്ട് ഡ്യൂറിങ് ഏർലി മോർണിംഗ്. അപ്പൊ നമ്മൾ ആദ്യമേ ഏതൊക്കെ ഭൂമിയിൽ നിന്ന് കളക്ട് ചെയ്യണം, എങ്ങനെയുള്ള ഡ്രഗ്സ് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി കളക്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പേഴ്സൺ ഷുഡ് കളക്ട് ഡ്യൂറിങ് ഏർലി മോർണിംഗ്. ഗൃഹിണീയാത് താനി സുമനഹ ശുചി പ്രാതഃ സുവാസരെ. രാവിലെ എഴുന്നേറ്റ് വേണം കളക്ട്, ഏർലി മോർണിംഗ് വേണം കളക്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, വിത്ത് പ്യുവർ കോൺഷ്യസ്നെസ് നീറ്റ് ആൻഡ് ടൈഡി. ആള് കുളിച്ച് വൃത്തിയായിട്ട് ശുചിയോടെ അല്ലെങ്കിൽ നല്ല ശുദ്ധിയോടെ വേണം ഇത് കളക്ട് ചെയ്യാൻ പോകണം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ആദിത്യ സമ്മുഖോ മൗനി നമസ്കൃത്യ ശിവം ഹൃദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൈൽ കളക്ടിങ് ദ പേഴ്സൺ ഷുഡ് ബി ക്വൈറ്റ്. അയാൾ എന്ത് ചെയ്യണം, ഭയങ്കര ബഹളമൊന്നും ഉണ്ടാക്കി അങ്ങനല്ല പോകേണ്ടത്, വളരെ കാം ആൻഡ് പീസ് ആയിട്ട് അയാൾ വേണം പോകാൻ. ഫേസിങ് ഈസ്റ്റ് ഓർ നോർത്ത് വേർഡ് ഡയറക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യണം, ഈസ്റ്റ് ഓർ നോർത്ത് വേർഡ് ഡയറക്ഷനിൽ വേണം സഞ്ചരിക്കാൻ. അതേപോലെ തന്നെ വിത്ത് പ്രയേഴ്സ് ടു ശിവ, അതേപോലെ തന്നെ ലോർഡ് ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കളക്ഷൻ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ദ എന്നുള്ളൊരു പരിപാടിയിലേക്ക് കിടക്കുക, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ദ ദ്രവ് എന്നുള്ളൊരു ഡ്രഗ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കാനുള്ളതാണ് പറയുന്നത്. അതാണ് സാധാരണ ധനാദ്രവ്യ ഗൃഹിണിയാത് ഉത്തരമാശ്രിതം, നോർത്ത് വേർഡ് ഓർ ഈസ്റ്റ് ഡയറക്ഷനിൽ ഫേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ സംഗ്രഹണ വിധി എന്നുള്ളതിൽ 3 പോയിന്റ് ഡിസ്കസ് ചെയ്തു. ഒന്ന് എന്തായിരുന്നു, പ്രശസ്ത ഭൂമി, ധൻവേ സാധാരണ ദേശം ഞാൻ പറഞ്ഞു, ഭൂമി എന്നുള്ളതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. പിന്നെ പറഞ്ഞ എന്താ, സംഗ്രഹീത ദ്രവ്യ സ്വരൂപം, നമ്മൾ ഓൾറെഡി യുക്തം പറഞ്ഞ രസാദിബിഹി എന്ന് പറഞ്ഞ് ഇപ്പൊ പറഞ്ഞ പോയിന്റ്. ദെൻ മൂന്നാമത് എന്തൊക്കെ റൂൾസ് പോവാൻ കളക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജനറലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ദ്രവ്യ സംഗ്രഹണത്തിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നതായിട്ടുള്ള നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയസ് ഓരോന്നും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഋതു അതേപോലെ തന്നെ പ്ലാൻ പാർട്സ്, മെത്തേഡ്സ്, പ്രിസർവേഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ഡീറ്റെയിൽ ചെയ്ത് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ എസ് ആകുമ്പോഴത്തേക്ക് അതെല്ലാം കൂടി ഇതിനോട് കമ്പൈൽ ചെയ്ത് വേണം എഴുതാൻ. ഓക്കെ.